നമസ്കാരം. അമേരിക്ക ഇറാനെ തുടങ്ങി വെക്കാൻ പോകുന്ന യുദ്ധത്തിലും അതിന്റെ പ്രത്യാഘാതത്തിലും അതീവ ജാഗ്രതയിലും ഭയപ്പാടിലുമാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ. ശക്തരായ രണ്ടു രാജ്യങ്ങൾ, അതും ആണവായുധങ്ങൾ സ്വന്തമായുള്ള വൻ സാമ്പത്തിക ശക്തികൾ ഏറ്റുമുട്ടുന്നത് ലോകത്തെ തന്നെ വേണമെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ പ്രാണിയുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ശമനമില്ലാതെ തുടരുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവിയായ അദ്ദേഹം സൈനിക നീക്കങ്ങൾ ഒഴിവാക്കി വിവേകപൂർണമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് ലോകത്തോട് തന്നെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. സാഹചര്യം അതിഗുരുതരമാണ്. പ്രാദേശികമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ആശങ്കാജനകമാണ്. സമാധാനം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വെറും നയതന്ത്ര ഭാഷയല്ല, അത് മനുഷ്യകുലത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഭയത്തിന്റെ പ്രതിഫലനമാണ്. മിഡിൽ ഈസ്റ്റിൽ പടരുന്ന സംഘർഷം പ്രാദേശിക അതിർത്തികൾക്കപ്പുറം വ്യാപിക്കാനുള്ള സാധ്യത ലോകമൊട്ടാകെ യുദ്ധഭീഷണിയുടെ നിഴൽ വീഴ്ത്തുകയാണ്. മിഡിൽ ഈസ്റ്റ് ലോക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും സങ്കീർണമായ മേഖലകളിൽ ഒന്നാണ്. മതപരമായ വൈരുദ്ധ്യങ്ങൾ, ഭൂപ്രദേശ തർക്കങ്ങൾ, ആണവായുധങ്ങളുടെ നിയന്ത്രണങ്ങൾ, വിദേശ ശക്തികളുടെ ഇടപെടൽ ഇവയെല്ലാം ചേർന്നാണ് അവിടുത്തെ സംഘർഷങ്ങളെ തീപിടിപ്പിക്കുന്നത്. ഒരിടത്ത് ആരംഭിക്കുന്ന യുദ്ധം വേഗത്തിൽ അയൽ രാജ്യങ്ങളിലേക്ക് പടരുന്ന സ്വഭാവം ഈ മേഖലയ്ക്കുണ്ട്. ഇതിന്റെ ഉദാഹരണമായി സിറിയയിലെ ആഭ്യന്തര യുദ്ധം ചൂണ്ടിക്കാട്ടാം. 2011 ആരംഭിച്ച സംഘർഷം ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും കോടിക്കണക്കിന് ആളുകളുടെ കുടിയൊഴിപ്പിക്കലിനും കാരണമാണ്. അഭയാർത്ഥികളുടെ ഒഴുക്ക് യൂറോപ്പിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചതോടെ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. യുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരവുമായ ആഘാതം സാധാരണ ജനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. വീടുകൾ തകർന്നടിയും, ആശുപത്രികൾ നിലംപൊത്തും, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടമാകും. യമനിലെ ദീർഘകാല സംഘർഷം മനുഷ്യ സൃഷ്ടമായ ഏറ്റവും വലിയ മാനവിക പ്രതിസന്ധികളിൽ ഒന്നായി മാറിയത് ഉദാഹരണമാണ്. ഭക്ഷ്യക്ഷാമവും രോഗവ്യാപനവും അനേകം ജീവനുകൾ കവർന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ, ബാലസൈനികരുടെ വിനിയോഗം ഇവയെല്ലാം യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളാണ്. യുദ്ധം സാമ്പത്തിക തകർച്ചയും സൃഷ്ടിക്കും. മിഡിൽ ഈസ്റ്റ് ലോകത്തെ പ്രധാന എണ്ണ വിതരണ മേഖലയാണ്. ഇവിടെ യുദ്ധം പടരുമ്പോൾ എണ്ണവില കുത്തനെ ഉയരും. അതിന്റെ ആഘാതം വികസിത രാജ്യങ്ങളിൽ നിന്നും വികസനോന്മുഖ രാജ്യങ്ങളിലേക്കും വ്യാപിക്കും. ഇന്ധനവില വർധനവിലൂടെ ഗതാഗത ചെലവ് കൂടും, ഭക്ഷ്യവില ഉയരും. ദരിദ്ര രാജ്യങ്ങളിൽ വിലക്കയറ്റം നിയന്ത്രണാതീതമാകും. 1973 എണ്ണ പ്രതിസന്ധി ലോക സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ തകർത്തുവെന്ന് ചരിത്രം തെളിയിക്കും. ഇന്ന് അതിലേറെ ബന്ധിതമായ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രാദേശിക യുദ്ധം പോലും ആഗോള മാന്ദ്യത്തിന് വഴിവെക്കും. യുദ്ധത്തിന്റെ മറ്റൊരു ഭീഷണി അതിന്റെ വ്യാപനമാണ്. ചെറിയ സംഘർഷങ്ങൾ പലപ്പോഴും മഹായുദ്ധങ്ങളായി മാറിയിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം ഒരു പ്രാദേശിക രാഷ്ട്രീയ വധത്തിൽ നിന്നാണ് ആരംഭിച്ചത്. എന്നാൽ സഖ്യങ്ങളുടെയും പ്രതിസഖ്യങ്ങളുടെയും ഇടപെടലുകൾ അത് ആഗോള യുദ്ധമാക്കി മാറ്റി. ഇന്നത്തെ ലോകത്തിൽ സൈനിക സഖ്യങ്ങൾ കൂടുതൽ ശക്തമാണ്. ഒരു രാജ്യത്തെ ആക്രമണം മറ്റു രാജ്യങ്ങളുടെ ഇടപെടലിന് കാരണമാകും. ഇതോടെ യുദ്ധം നിയന്ത്രണാതീതമാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യകളും ആശങ്കാജനകമാണ്. ഡ്രോണുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, സൈബർ യുദ്ധം, അത്യാധുനിക ആയുധങ്ങൾ ഇവയൊക്കെ യുദ്ധത്തെ കൂടുതൽ നാശകാരിയാണ്. ഒരു തെറ്റായ കണക്കുകൂട്ടൽ പോലും ആണവായുധ ഭീഷണിയിലേക്ക് നയിക്കും. ആണവായുധങ്ങളുടെ ഉപയോഗം മനുഷ്യ സംസ്കാരത്തിന് തന്നെ വലിയ അപകടമാണ്. ഹിരോഷിമയും നാഗസാക്കിയും എന്ന ചരിത്രപാഠം ഇന്നും ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം യുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ തകരാറിലാണ്. മാധ്യമ സ്വാതന്ത്ര്യം ചുരുങ്ങും, വിമർശന ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടും, നിയമവ്യവസ്ഥകൾ പോലും ദുർബലമാക്കും. അഭയാർത്ഥികളായ രാജ്യങ്ങളിൽ അതിർത്തികളിൽ ദുരിതം അനുഭവിക്കുന്നു. കുട്ടികൾ അനാഥരാകുന്നു. ഒരു തലമുറ മുഴുവൻ മാനസികമായും സാമൂഹികമായും തകർന്നു പോകുന്നു. ഇത് ഭാവിയിലെ അസ്ഥിരതയ്ക്ക് വിത്തിടുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ആഗോള സംഘടനകളുടെ പങ്ക് നിർണായകമാണ്. നയതന്ത്രപരമായ ഇടപെടലുകളും സമാധാന ചർച്ചകളും മാത്രമാണ് യുദ്ധം തടയാനുള്ള വഴി. സൈനിക ശക്തിയിലൂടെ താൽക്കാലിക വിജയം നേടാനാകാം, പക്ഷേ സ്ഥിരമായ സമാധാനം സംഭാഷണത്തിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയും മാത്രമേ സാധ്യമാകൂ. ലോകം ഇന്ന് ഭയത്തോടെയാണ് മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ഒരിക്കൽ ആരംഭിച്ചാൽ അതിന്റെ തീ അണയ്ക്കുക ദുഷ്കരമാണ്. അതിന്റെ ചൂട് മനുഷ്യജീവിതം, സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി, മനുഷ്യാവകാശങ്ങൾ എല്ലാം ചുട്ടരിക്കും. അതിനാൽ വിവേകവും സഹിഷ്ണുതയും നയതന്ത്രവും മുൻനിർത്തിയുള്ള തീരുമാനങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം. സമാധാനം ഒരു ആഗ്രഹമല്ല, അത് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനുള്ള അനിവാര്യതയാണ്.